100 ഡേയ്സ് ഓഫ് വെയിറ്റ് ഗെയിൻ ട്രാൻസ്ഫോർമേഷൻ്റെ 28ാം ദിവസമാണ് ഇന്ന്. രാവിലെ എണീറ്റു. ഇന്ന് റെസ്റ്റ് ഡേ ആണ്, സൺഡേ. ഫ്രഷൊക്കെ വന്നിട്ട് ആദ്യം തന്നെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കഴിച്ചു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചത് ഇടിയപ്പവും കടലക്കറിയാണ്. ഇന്നെൻ്റെ കൂട്ടുകാരൻ്റെ അനിയത്തിയുടെ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെഡിയായിട്ട് കല്യാണത്തിന് പോയി. കൂട്ടുകാരൻ ഞാനും 1 തൊട്ട് +2 വരെ ഓരോ സ്കൂളിൽ പഠിച്ചതാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് സദ്യയാണ് കഴിച്ചത്. ഒരുപാട് നാളുകൾക്ക് ശേഷം എൻ്റെ ഫ്രണ്ട്സിനെ അവിടെ വെച്ച് കണ്ടുമുട്ടി. അവരുടെ ഒപ്പം ഇരുന്ന് വിശേഷമൊക്കെ പറഞ്ഞ് സദ്യയും കഴിച്ചു, പിന്നെ പാലടയും കഴിച്ചു. അപ്പോൾ ഇന്നൊരു ഷേക്ക് ഉണ്ടാക്കിയാലോ? കല്യാണത്തിന് പോയി തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ ഷേക്ക് ഉണ്ടാക്കാനുള്ള ഐറ്റംസൊക്കെ മേടിച്ചായിരുന്നു. ഈ ആഴ്ച പുറത്തുനിന്നുള്ള എൻ്റെ ടോട്ടൽ ഫുഡിന് ചിലവായത് 590 രൂപയാണ്. പച്ചക്കറി അരിയാൻ വേണ്ടി കത്തി അന്വേഷിച്ചപ്പോഴാണ് നേരത്തെ മേടിച്ചത് ചോപ്പറിൻ്റെ കാര്യം എൻ്റെ മനസ്സിലായിട്ട് വന്നത്. ഞാനത് ഇതുവരെയായിട്ട് യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ഉദ്ഘാടനം നടത്താമെന്ന് വിചാരിച്ച് അതൊക്കെ വൃത്തിയാക്കി. മേടിച്ച് വെച്ച പച്ചക്കറികളും അതിൻ്റെ ഒപ്പം തന്നെ വൃത്തിയാക്കി. പിന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നൊരു പ്രോട്ടീൻ അടങ്ങിയ ഷേക്കാണ്. ഞാൻ യൂസ് ചെയ്തേക്കണത് കുക്കുംബർ, ക്യാരറ്റ്, ബീട്രൂട്ട്. എന്നിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി. ഒരുപാട് ഗുണങ്ങളും പ്രോട്ടീനും അടങ്ങിയൊരു ഷേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനെ വെള്ളവും പാലും ചേർക്കുന്നില്ല. അപ്പോൾ ഇന്നെന്തായാലും ചോപ്പറൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ പച്ചക്കറിയൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ചോപ്പറിൻ്റെ അകത്തായിട്ട് പച്ചക്കറികളൊക്കെ ഇട്ടു. സംഭവം കട്ടാവുന്നുണ്ട് നന്നായിട്ട്. നല്ല അടിപൊളി സംഭവമാണിത്. എന്തായാലും ഫൈനൽ ഔട്ട്പുട്ട് കാണിച്ചു തരാം. ഒപ്പം നല്ല അടിപൊളി ചെറിയ പീസുകളായിട്ടുണ്ട്. പരീക്ഷണം വിജയിച്ചതിന് ശേഷം കുക്കുംബറും ക്യാരറ്റും ബീട്രൂട്ടും കൂടി ഞാൻ മിക്സിയിലിട്ട് അരയ്ക്കാൻ പോവാണ്. കേക്കിന് വേണ്ടിയിട്ട് പിന്നീട് ഞാൻ ആഡ് ചെയ്തത് പീനട്ടും ഡ്രൈ ഫ്രൂട്ട്സും ഈത്തപ്പഴവുമാണ്. പിന്നെ മധുരത്തിന് വേണ്ടി 2 സ്പൂൺ തേനും ഞാൻ ചേർത്തു. നല്ല ചൂടായതുകൊണ്ട് ഞാൻ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം കുടിക്കാനാണ് വിചാരിച്ചത്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്തു. അപ്പോഴാണ് ഇച്ചിക്കുട്ടി എന്നെ സഹായിക്കാൻ വേണ്ടി വന്നത്. ഷേക്ക് ഗ്ലാസ്സിലായിട്ടൊക്കെ പകർത്തി ഞാൻ ഓരോരുത്തർക്കായിട്ട് കൊടുത്തു. അച്ഛനും അമ്മയും ചേട്ടനും എല്ലാവരും നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. കുടിച്ച കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാവർക്കും അഭിപ്രായം ചോദിച്ചു. ജ്യൂസ് എങ്ങനെയുണ്ട്? ജ്യൂസ് എങ്ങനെയുണ്ട് തന്നെ? ഇച്ച എങ്ങനെയുണ്ട്? എല്ലാവരുടെയും മികച്ച അഭിനയത്തിന് ശേഷം റൂമിലേക്കെത്തി ഞാൻ പ്രോട്ടീൻ പൗഡർ കലക്കി ഇന്നത്തെ ഷേക്ക് കലക്കി കുടിച്ചു. Cheers. അടിപൊളി ഷേക്കായിരുന്നു. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. രാത്രിയിൽ ബ്രെഡും മീൻകറിയും കഴിച്ചു. രാത്രിയിൽ 1 സ്പൂൺ പീനട്ട് ബട്ടറും കൂടെ കഴിച്ചിട്ട് ഡേ 28 കംപ്ലീറ്റ് ആക്കി.